നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സർക്കാരിനെ ആ കടത്തിൽ നിന്നും എങ്ങനെ മോചിപ്പിച്ചെടുക്കാമെന്ന ദീർഘനാളായുള്ള ആലോചനയിലായിരുന്നു ധനവകുപ്പ്. അങ്ങനെ ഒടുവിൽ ദീർഘനാളായുള്ള ആലോചനയ്ക്ക് ശേഷം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അത് ജീവനക്കാരുടെ കയ്യിൽ നിന്നും മാസം തോറും ഒരു നിശ്ചിത തുക വീതം പിടിച്ചെടുക്കുകയും അത് പിന്നീട് റിട്ടയർ ആകുന്ന അവസ്ഥയിൽ ഒരുമിച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ പെൻഷൻ രൂപേണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി, ഒരു ആന്വിറ്റി സ്കീം ആണ് ധനവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ജീവനക്കാർക്ക് ജീവൻ നൽകുന്ന, ആനന്ദത്തിലൂടെ ജീവൻ നൽകുന്ന ഒരു പദ്ധതി എന്ന രീതിയിൽ ജീവാനന്ദം എന്ന പദ്ധതി അങ്ങനെ ആവിഷ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി ഈ സ്കീം നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രൂപരേഖ തയ്യാറാക്കി നൽകാനായിട്ട് ഇൻഷുറൻസ് വകുപ്പിനോട് ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതിനകത്ത് ഏറ്റവും അധികം ബലിയാടാകുന്നത് സർക്കാർ ജീവനക്കാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ 2010 ശേഷമോ മറ്റോ നിയമം ലഭിച്ച സർക്കാർ ജീവനക്കാർക്ക് സാധാരണ പെൻഷൻ ലഭിക്കില്ല. മറിച്ച് അവരുടെ മാസശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത തുക, അതായത് 10% തുക വെച്ച് പിടിച്ച് പിന്നെ അതാണ് ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ പെൻഷനായി ലഭിക്കുന്നത്. മാത്രവുമല്ല, നിലവിൽ മെഡിസപ്പ് ചികിത്സാ പദ്ധതിക്കായി പ്രതിമാസം 500 രൂപ വീതം ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അതിന് കൂടാതെയാണ് ഈ പങ്കാളിത്ത പെൻഷൻകാരിൽ നിന്നും 10% കുറയാത്ത തുക പെൻഷൻ ഫണ്ടിലേക്ക് മാസം തോറും ഈടാക്കുന്നത്. PF അടക്കം മറ്റു വിഹിതവും കൂടി ചേരുമ്പോൾ ജീവനക്കാർക്ക് ഒരു വലിയ ബാധ്യത ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു എന്നാണ് സംസ്ഥാന ജീവനക്കാർ പറയുന്നത്. ഇതിന് പുറമെയാണ് ഈ ജീവാനന്ദത്തിനായി ശമ്പള വിഹിതം കൂടി പിടിച്ചെടുക്കുന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത്. ശമ്പളത്തിൻ്റെ 10% വീതം ഈടാക്കിയാൽ പോലും പ്രതിമാസം കോടികൾ സർക്കാരിന് മറ്റാവശ്യങ്ങൾക്ക് ഇതിലൂടെ വിനിയോഗിക്കാൻ കഴിയും. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ശമ്പളത്തിൽ നിന്നും എത്ര ശതമാനം ഇടിയും എന്നുള്ള കണക്ക് കൂടി കൂട്ടി നോക്കിയാലേ സർക്കാർ ജീവനക്കാർക്ക് വരുന്ന ഒരു വലിയ ബാധ്യത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാസം തോറും അവർക്ക് കിട്ടുന്ന നിശ്ചിത തുകയിൽ നിന്നാണ് ഈ പൈസകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാർ ജീവനക്കാർക്ക് വലിയ തോതിലുള്ള ഒരു ബാധ്യതയിലേക്ക് അവരെ എത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സർക്കാരിന് ഒരു പിടിവള്ളിയാവും. കാരണം താൽക്കാലികമായി ഈ കടത്തിൽ നിന്നും ഒന്ന് കരകയറാനുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ സർക്കാരിന് ഇത് പിടിവള്ളിയാകുമെങ്കിലും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഈ ആന്വിറ്റി സ്കീം ആവിഷ്കരിക്കുമ്പോൾ ജീവനക്കാർ ദുരിതത്തിലാകുന്നത് എന്ന് കൃത്യമായി പറയേണ്ടി വരും. മാത്രമല്ല, അതേസമയം ജീവനക്കാരുടെ ശമ്പളം പിടിച്ച് സാമ്പത്തിക പ്രതിസന്ധി തൽക്കാലത്തേക്ക് മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവുമായി പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ മുന്നണികൾ പറയുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള സമരമുറകൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സർക്കാർ ജീവനക്കാരുടെ നിശ്ചിത വരുമാനത്തിൽ നിന്നാണ് ഈ വലിയ വിഹിതങ്ങളൊക്കെ പോകുന്നത്. മെഡിസിപ്പിലൂടെയും പെൻഷൻ തുകയിലൂടെയും ഇപ്പോൾ ഈ ആന്വിറ്റി സ്കീമിലൂടെയും ജീവാനന്ദമേലുള്ള ആന്വിറ്റി സ്കീമിലൂടെയും ഒക്കെ അവരുടെ കയ്യിലുള്ള നിശ്ചിത തുകയിൽ നിന്നും മാറുമ്പോൾ വീണ്ടും സർക്കാർ ജീവനക്കാർ അവർ കടക്കണിയിലേക്കാവും എന്നുള്ളതാണ് വസ്തുത. സർക്കാരിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തി അവർ മുന്നേറുമ്പോൾ, സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ സർക്കാർ ജീവനക്കാർ വീണ്ടും കടുത്ത ബാധ്യതയിലേക്ക് നീങ്ങും എന്ന് മാത്രമാണ് ഈ ജീവാനന്ദം പദ്ധതി കൊണ്ട് ആകെയുള്ള ഒരു ലാഭം എന്നാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ തന്നെ പറയുന്നത്. അത് അവരുടെ ജീവിതമാർഗം മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു പദ്ധതിയാണ്, ഒരു ആന്വിറ്റി സ്കീമാണ് എന്നും സർക്കാർ ജീവനക്കാർ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഇത് നടപ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവർക്ക് പ്രതിസന്ധി അതിജീവിച്ചേ മതിയാകൂ. എന്നാൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബാധ്യതയിലേക്ക് നീങ്ങും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.